കൃത്യമായി എപ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടായത്? മാധവ് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അത് തൊടുപുഴ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ യുവനടിയുടെ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വനിതാ സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നതാണ്. അതായത് കോടതിയിൽ എത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അതിന് പിന്നാലെ കൂടിയാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കൊച്ചി സിറ്റി പോലീസ് കടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തൊടുപുഴ പോലീസിന് ഇൻഫർമേഷൻ കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൊച്ചി സിറ്റി പോലീസിന് കൈമാറാം. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിനെ വനിതാ സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക്, അതായത് ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രഞ്ജിത്തിന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ലൈംഗിക പീഡനം നടന്നിരിക്കുന്നത്. അതായത് കാരവാനിലേക്ക് ഈ യുവനടിയെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷമാണ് പീഡനം നടന്നത്. അങ്ങനെ യുവനടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക്, വളരെ പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ കേസല്ല. നമുക്കറിയാം, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൽ തന്നെ രഞ്ജിത്തിനെതിരെ 2 പേർ ലൈംഗിക ആരോപണം ഉന്നയിച്ച് എത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അതിൽ പിന്നീട് രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റിലേക്കൊക്കെ തന്നെ നീങ്ങിയിരുന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് ബംഗളൂരുവിൽ വച്ച് പീഡിപ്പിച്ചു എന്ന് പരാതിയുമായി ഒരു യുവാവും രംഗത്തെത്തിയിരുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമത്തെ കേസ്, അതായത് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ കേസ് രഞ്ജിത്തിനെതിരെ വരുന്നത്. അത് വനിതാ സ്റ്റേഷനിലാണ്, എറണാകുളം വനിതാ സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും രഞ്ജിത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസിനായതാൽ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടതുണ്ട്. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും പരാതിയുടെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവനടിയുടെ പരാതി ലഭിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആ പരാതി ലഭിച്ചപ്പോൾ തന്നെ വളരെ വേഗത്തിൽ കേസ് എടുക്കാനുള്ള നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്നു. അങ്ങനെയാണ് ഈ വനിതാ സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് കൊച്ചി പോലീസിന് ഉടൻ തന്നെ കൈമാറുമെന്നാണ് അറിയുന്നത്. ഇവിടുന്നുള്ള പോലീസ് സംഘം അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞുവോ? മാധു അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് എത്തിക്കും. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നടപടി, അത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ കോടതിയിലായിരിക്കുമോ ഹാജരാക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വളരെ തന്ത്രപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മുൻകരുതൽ എടുത്തുള്ള ഒരു നടപടികളിലേക്കാണ് പോലീസ് കടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രഞ്ജിത്ത് ഒരു രീതിയിലും നിയമത്തിന്റെ പരിധിയിലൂടെ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊച്ചി സിറ്റി പോലീസിന് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതീവ രഹസ്യമായി തന്നെ പോലീസ് നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ആ വിവരമൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. ഒപ്പം തന്നെ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സമയത്തും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോവാതെ വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് കാര്യങ്ങൾ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിലുള്ള വിവരം തൊടുപുഴ പോലീസിന് കൈമാറുകയും തൊടുപുഴ പോലീസ് ഇപ്പോൾ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് പോലീസിന്റെ പിടിയിൽ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഉള്ളത്. യുവനടിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. DGPക്ക് നേരിട്ടാണ് പരാതി നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴയിൽ രഞ്ജിത്തിന്റെ സുഹൃത്തിന്റെ കാറിലായിരുന്നു രഞ്ജിത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കാർ തടഞ്ഞാണ് അറസ്റ്റ് ഉണ്ടായത്. DGPക്കാണ് ഈ പെൺകുട്ടി പരാതി നൽകിയത് എന്നും അറിയുന്നു. 2 ദിവസം മുമ്പ് ഈ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നിതിൻ, പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് ഈ അന്വേഷണ സംഘം അടക്കം കടന്നത്.
2 മാസം മുൻപാണ് ഈ പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ ഈ രഞ്ജിത്തിന്റെ സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോൾ തരാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ലൈംഗികാതിക്രമം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പോലും ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതായത് ഒരു യുവനടിയെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഷൂട്ടിംഗ് നടന്ന ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഷൂട്ടിംഗ് നടന്ന അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ അഭിനയിച്ച നടിക്ക് ആ സിനിമയിൽ കൂടുതൽ വലിയ റോൾ നൽകാം, മികച്ച പ്രാധാന്യമുള്ള കഥാപാത്രം നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെ ലഭിച്ചിരിക്കുന്ന പരാതിയെ ഈ സംഭവം നടന്ന ഉടൻ, അല്ലെങ്കിൽ അദ്ദേഹം ലൈംഗികമായി ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടത്തിയ ഉടൻ തന്നെ ഈ യുവനടി ബഹളം വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നീട് സഹപ്രവർത്തകരോട് കാര്യം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഈ സഹപ്രവർത്തകർ കൂടി സഹായിച്ച് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് രഞ്ജിത്തിനെതിരെ വന്നിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴയിൽ വെച്ച് കാർ തടഞ്ഞാണ് എന്ന് തന്നെ പോലീസിൽ നിന്ന് ഒരു ഉറപ്പിക്കുന്ന വിവരം ലഭിക്കുന്നു. DGPക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടി. നടി DGPക്കാണ് ഡയറക്റ്റ് പരാതി നൽകിയിരിക്കുന്നത്. നടിയുടെ രഹസ്യമൊഴി 2 ദിവസം മുൻപ് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏതായാലും കൊച്ചി സിറ്റി പോലീസ് തൊടുപുഴയിൽ അല്പസമയത്തിനകം എത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. 2 മാസം മുൻപാണ് ഈ സംഭവം, പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് 2 മാസം മുൻപാണ്. അന്ന് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഇടവേളയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ സിനിമയിൽ തന്നെ അഭിനയിച്ചിരുന്ന ഒരു യുവനടിയാണ്. ആ യുവനടിയോടെയാണ് ഇത്തരത്തിൽ ഒരു വളരെ ഗുരുതരമായ മോശം പെരുമാറ്റം സംവിധായകൻ രഞ്ജിത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. മുൻപും ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ 2 പരാതികൾ വന്നിരുന്നു. അന്നൊക്കെ പക്ഷേ നിസ്സാരമായി പരാതികൾ തള്ളിക്കളയുന്ന റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. റോഷിപാൽ, നോക്കൂ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇത്രയും അധികം പരാതികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടും ഇപ്പോഴും തൊഴിലിടത്ത് വെച്ച് ഇത്ര ഗുരുതരമായ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്താൻ ഇവർക്കൊക്കെ കഴിയുന്നു എന്നുള്ളത് അമ്പരപ്പിക്കുന്നതാണ്. അതും അങ്ങനെയാണ്. കാരണം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയതാണ്. സംസ്ഥാനത്ത് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആമുഖം, അതിന്റെ തുടക്കം തന്നെ. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ അക്കമിട്ട് നിർത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഭാഗികമായി മാത്രമാണ് പുറത്തു വന്നത്. എന്നാൽ പോലും അതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് സിനിമാ നയത്തിന് പോലും രൂപം നൽകുന്നത്. കാരണം കൊച്ചിയിൽ 2017 ഫെബ്രുവരി മാസം ഇങ്ങനെ 19-ാം തീയതി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് സിനിമാ മേഖലയിൽ ക്രൂരമായ പീഡനത്തിന് വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇരയാകുന്നു എന്ന ചർച്ച പൊതുവിടത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം സുരക്ഷിതമായ ഒരു തൊഴിലിടമാക്കി സിനിമാ മേഖലയെ മാറ്റണമെന്ന തീരുമാനം സർക്കാർ എടുക്കുന്നു. അതിന് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ്, അതിന് നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിരുന്ന രഞ്ജിത്ത്. അങ്ങനെയുള്ള രഞ്ജിത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ അടക്കം ചൂഷണം ചെയ്തു, ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന വെളിപ്പെടുത്തൽ അത് നേരത്തെ വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് അങ്ങനെ വെളിപ്പെടുത്തൽ വന്നത്. ഒടുവിൽ വീണ്ടും കോട്ടയത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് 2 മാസം മുൻപ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി വനിതാ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗികാതിക്രമ കേസാണ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്.